നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് സ്ട്രെസ്, അല്ലേ? സ്ട്രെസ്സ് പലപ്പോഴും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടതെന്നോ ഉള്ളൊരു അവബോധം പലപ്പോഴും നമുക്കില്ല. ഇതിനകത്ത് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുന്നതിൽ പലപ്പോഴും നമ്മളുടെ വൈകാരിക പക്വതയ്ക്ക് വലിയൊരു ഭാഗമുണ്ട്. എന്താണ് വൈകാരിക പക്വത? നമ്മളുടെ ഫീലിങ്സിനെ, നമ്മളുടെ വികാരങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വൈകാരിക പക്വത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഫീലിങ്സ് എന്നുള്ളത് ദേഷ്യമാവാം, സങ്കടമാവാം, ഇറിറ്റേഷൻ ആവാം, ഫ്രസ്ട്രേഷൻ ആവാം. ഈ പറഞ്ഞിട്ടുള്ളതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നേരിടുന്നത്? പല സന്ദർഭങ്ങളിലും നമ്മൾ അറിയാതെ തന്നെ ഇതിനനുസരിച്ച് ദേഷ്യപ്പെട്ടും ബഹളം വെച്ചും ഓളിയിട്ടൊക്കെ നമ്മൾ പ്രതികരിക്കും. നമ്മളുടെ കൂടെയുള്ളവരോട് അമിതമായിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യും, ഇതിനെതിരെ നമ്മൾ ബഹളം ഉണ്ടാക്കും, അല്ലേ? ഇങ്ങനെയായിരിക്കാം പലപ്പോഴും നമ്മൾ പെരുമാറുന്നത്. ഇതൊന്നും പക്ഷേ വൈകാരിക പക്വതയുടെ ലക്ഷണമല്ല. നമ്മളുടെ സ്വന്തം ഫീലിങ്സ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാനും അതിനനുസൃതമായിട്ട് പെരുമാറാനും മറ്റുള്ളവർക്ക് നമുക്കും ദോഷമില്ലാത്ത രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു കഴിവിനെയാണ് നമ്മൾ വൈകാരിക പക്വത എന്നുകൊണ്ട് പറയുന്നത്. പലപ്പോഴും അതിലുള്ളൊരു പ്രശ്നം നമ്മളെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുന്നതിൽ നമുക്ക് പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. ഇതിന് പലപ്പോഴും എഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രാറ്റജി, അതിനെതിരെ ഹെൽപ്പ് ചെയ്യുന്ന എഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് മൈൻഡ്ഫുൾനെസ്. ഇന്ന് ഒരുപാട് റിസർച്ചുകൾ നടക്കുന്ന ഒരു കൺസെപ്റ്റാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണ്, എൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ്, ഞാനിപ്പോൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു അവബോധത്തോടു കൂടി നമ്മൾ പെരുമാറുക. നമ്മളുടെ ചുറ്റുപാടും എന്താണ്, ഞാനിപ്പോൾ എൻ്റെ ചുറ്റിലും എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം ഞാൻ കാണുന്നുണ്ട്, എന്തെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, എന്തെല്ലാം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്നൊരു അവബോധത്തോടു കൂടി പെരുമാറുക, പ്രവർത്തിക്കുക, ആയിരിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും മൈൻഡ്ഫുള്ളായിട്ടല്ല പെരുമാറുന്നത് എന്നാണ്. നമ്മളപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുവെന്നോ ചിന്തിക്കുന്നുവെന്നോ നമ്മൾ ആരും അതിനെക്കുറിച്ച് അവെയറല്ല. ഉദാഹരണത്തിന് പല്ല് തേക്കുന്ന സമയത്ത് ഞാനിപ്പോൾ പല്ല് തേക്കുകയാണ്, ഞാനിപ്പോൾ ഇന്ന പല്ലാണ് തേക്കുന്നത്, ഇന്ന ഭാഗത്ത് ഞാൻ ഈ രീതിയിലാണ് തേക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ് തേക്കുന്നത് എന്നൊക്കെ നമ്മൾ അവെയറാണോ? അല്ല. പല സമയത്തും നമ്മൾ അങ്ങനെ ഒരു അവെയർനെസ്സിലല്ല നമ്മൾ ജോലികൾ ചെയ്യുന്നത്. പാത്രം കഴുകുമ്പോൾ നമ്മളെങ്ങനെയാണ് പാത്രം കഴുകാറ്? നമ്മൾ ഈ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് ഇവിടെയൊന്നുമല്ല, മനസ്സിൽ പല 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 കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലേ. നമ്മളുടെ പ്രസൻറ്റ് മൊമെൻറ്റിലാണോ നമ്മൾ നിൽക്കുന്നത്? അല്ല, നമ്മളുടെ മനസ്സ് വേറെങ്ങോ ആണ്, പല പല ചിന്തകളിലാണ്, അല്ലേ? പല പല ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിലാണ്, നമ്മളുടെ പാസ്റ്റിലാണ്, നമ്മളുടെ പ്രസൻറ്റിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിലാണ്, അല്ലേ? ആ സമയത്തെ ആ നിമിഷത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിൽ പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല. ഇതാണ് നമ്മളുടെ ഒരു ഹ്യൂമൻ നേച്ചർ തന്നെ ഇങ്ങനെയാണ്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ സെക്കൻഡിൽ ഇപ്പോൾ പലപ്പോഴും ചെയ്യുന്ന പല കാര്യങ്ങളിലും ബോധത്തോടു കൂടിയല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലേ? മിക്ക ആളുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടല്ലേ നമുക്കൊരു വീഡിയോ പോലും മുഴുവനായിട്ട് കാണാൻ പറ്റാത്തത്. നമുക്ക് ക്ഷമയില്ല, നമുക്ക് അതിനുള്ളൊരു സഹനശേഷി ഒന്നുമില്ല. നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അടുത്ത് കഴിഞ്ഞ് അടുത്ത കാര്യം, അടുത്ത് കഴിഞ്ഞ് അടുത്ത കാര്യത്തിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കണം. അതല്ലേ നമ്മളുടെ ഒരു മനസ്ഥിതി. പല പല ചിന്തകൾ, പല പല ഐഡിയാസ് ഇതിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനോടൊക്കെ നമ്മൾ യാന്ത്രികമായിട്ട് പ്രതികരിക്കുന്നു. പലപ്പോഴും നമ്മളെ സ്ട്രെസ്സിന് ഈ ഒരു സ്വഭാവ രീതിയാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മാറി നമ്മൾ ചെയ്യുന്നത് എന്താണോ, നമ്മൾ ആയിരിക്കുന്ന നിമിഷം എന്താണോ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ആ ഒരു രീതികളിലൂടെയുള്ള ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പലപ്പോഴും നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും മാനസികമായിട്ടുള്ള സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കൊണ്ടുവരാനായിട്ട് ഇങ്ങനൊരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക്ക് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നങ്ങനെയൊക്കെയുള്ളൊരു ചിന്തിച്ച് അങ്ങനെ ഒരു അവബോധത്തോടു കൂടി, അങ്ങനെ ഒരു അവെയർനെസ്സോടുകൂടിയുള്ള ഒരു പെരുമാറ്റം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ വലിയ സംഭവങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, നമ്മളുടെ ബ്രീതിങ്ങിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ശ്വാസഗതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് സമയം നമ്മൾ അനങ്ങാതെ മിണ്ടാതെ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താ ഉണ്ടാവുന്നത്?
ഒന്നാമതായി ഇത് വലിയൊരു റിലാക്സേഷൻ ടെക്നിക്കാണ്. നമ്മളുടെ ശരീരം ശാന്തമാക്കാനും നമ്മളുടെ മനസ്സ് ശാന്തമാക്കാനും വലിയൊരു ബെനിഫിറ്റാണ് ഇതുപോലുള്ളൊരു ടെക്നിക്ക് കൊണ്ട് ലഭിക്കുന്നത്. നമ്മൾ ടൂർ പോയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മോളിൽ പോയി കറങ്ങിയത് കൊണ്ടോ ഒന്നും പലപ്പോഴും നമ്മളുടെ ബ്രെയിൻ ഒരു റിലാക്സേഷൻ വരുന്നില്ല. അവിടെ ബ്രെയിനിൽ അപ്പോഴും ചിന്തകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ബ്രെയിനിലെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മെഡിറ്റേഷൻ. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നമ്മളുടെ ബ്രെയിന് റിലാക്സേഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ റിലാക്സേഷൻ ടെക്നിക്കുകൾക്ക് നമ്മുടെ ലൈഫിൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുപോലുള്ള റിലാക്സേഷൻ ടെക്നിക്കാണ് മെഡിറ്റേഷൻ. ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ ഒരുപാടാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി, അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ, ഇതിനകത്തൊക്കെ മെഡിറ്റേഷൻ്റെ യൂസ്ഫുൾനെസ് ഓൾറെഡി റിസർച്ച് ചെയ്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപാട് പഠനങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ വൈകാരികമായിട്ടുള്ളൊരു റെഗുലേഷൻ, നമ്മളുടെ ഫീലിങ്സിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളും ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പഠനം നടത്തിയത് ഇങ്ങനെയാണ്. അവർ ആളുകളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷണൽ MRI എടുത്തു. ഫങ്ഷണൽ MRI എന്ന് പറയുമ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു MRI സ്കാനാണത്. അപ്പോൾ ഏത് ഭാഗത്താണ് ബ്രെയിനിൽ ആക്ടിവിറ്റി നടക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെ ഫങ്ഷണൽ MRI എടുത്തു ആളുകളുടെ. അവരെ ഒരു 8 ആഴ്ചയോ മറ്റോ അവരെ മെഡിറ്റേഷൻ ശീലിപ്പിച്ചു. അതിനുശേഷം പിന്നെയും അവരുടെ MRI സ്കാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുത്ത സമയത്ത് വൈകാരികമായിട്ട് ആക്റ്റീവ് ആവുന്ന ഏരിയകളിലെ പ്രവർത്തനം കുറയുന്നതായിട്ട് കണ്ടെത്തി. അതായത് പെട്ടെന്ന് അമിതമായിട്ട് വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള പ്രവണത ആളുകളുടെ കുറയുന്നതായിട്ട് കണ്ടെത്തി റെഗുലറായിട്ട് ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ. അങ്ങനെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഒന്നും കൂടി മൈൻഡ്ഫുള്ളായിട്ട്, ഒന്നും കൂടി പക്വതയോടുകൂടി നമ്മൾക്ക് പ്രതികരിക്കാൻ എളുപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരുപാട് നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലാണെങ്കിൽ തന്നെ, അമിതമായിട്ടുള്ള വേദനകളിലാണെങ്കിലും അങ്ങനെയുള്ള പല ശാരീരികമായിട്ടുള്ള അസുഖങ്ങളിലാണെങ്കിലും, ഉറക്കക്കുറവ് പോലുള്ള അവസ്ഥകളിലും, നമുക്ക് ഉറക്കം ശരിയായിട്ട് കിട്ടാത്ത അവസ്ഥകളിലും, സ്ട്രെസ്സിലും ഒക്കെ ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഒരുപാട് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുമാത്രമല്ല, നമ്മളുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനും ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യാനും മെഡിറ്റേഷന് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുക? അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി നമ്മളിതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഹെഡ്സെറ്റോ മറ്റോ ഉപയോഗിച്ച് അത് ചെവിയിൽ വെച്ച് നിങ്ങൾ അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് ഫോളോ ചെയ്യുക. അതിൽ കേട്ട് അതിനകത്തെ സൗണ്ടിന് ഫോളോ ചെയ്ത് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. അതാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു തരുന്നത്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് നമ്മളിതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഐ കാർഡിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് എവിടെയൊക്കെയാണ്? ഒന്ന്, ബന്ധങ്ങളിൽ, അതായത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാനും കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രതികരിക്കാനും റെഗുലറായി മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത് എന്താണ്? പാരൻറ്റിങ്ങിൽ നമ്മളുടെ കുട്ടികളോട് നമ്മൾ ഇടപെടുമ്പോൾ കുറച്ചും കൂടി മൈൻഡ്ഫുള്ളായിട്ട് ഇടപെടുന്നത്, അവരോട് കുറച്ചും കൂടി നമ്മളുടെ പ്രതികരണത്തിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടി ബെറ്ററായിട്ട് പ്രതികരിക്കുന്നത് അവരുടെ മാനസികാരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മളുടെ ഫീലിങ്സ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റണ്ടേ? ആദ്യം നമ്മളുടെ ദേഷ്യവും ടെൻഷനൊക്കെ നമുക്ക് ആദ്യം റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയാലല്ലേ കുഞ്ഞുങ്ങളെ ബെറ്ററായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മളെ സഹായിക്കാനും മൈൻഡ്ഫുൾനെസ്സിനും ഈ പറഞ്ഞൊരു മെഡിറ്റേഷനും നമ്മളെ സഹായിക്കാൻ സാധിക്കും. ഇനി നമ്മളുടെ സ്വന്തം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും മെഡിറ്റേഷൻ വളരെ ഗുണം ചെയ്യും, അല്ലേ? നമ്മളെ സ്വന്തം സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ, നമ്മളെ സ്വന്തം സക്സസ്സിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ, അതിലേക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ ഒരു മാനസികാരോഗ്യം തരാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ്ഫുൾനെസ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മെഡിറ്റേഷൻ. അതിന് പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കഴിയുന്ന സമയങ്ങളിൽ എല്ലാവരും നിങ്ങൾ മെഡിറ്റേഷൻ ശീലമാക്കണം. ദിവസം ഒരു 1-2 തവണയെങ്കിലും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 5 തവണയെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മാത്രമല്ല, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കുണ്ട്. മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഗൈഡഡ് മെഡിറ്റേഷൻസോ അങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻ പ്രോഗ്രാമുകൾ യൂട്യൂബിലുണ്ട്. ഇനി ഒന്നും പറ്റിയില്ലെങ്കിലും വെറുതെ ജസ്റ്റ് എന്തെങ്കിലും ഒരു മ്യൂസിക് വെച്ചിട്ടോ അതില്ലാതെയോ കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഇരിക്കുന്നതും മെഡിറ്റേഷൻ്റെ ഗുണം ചെയ്യുന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എല്ലാവരും മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. ഒരു റിലാക്സേഷൻ, നമ്മുടെ ബ്രെയിനിന് ഒരു റിലാക്സേഷൻ കിട്ടുന്നത് വഴി ബ്രെയിനിൻ്റെ ആ ഒരു അമിതമായിട്ടുള്ള ഈ ചിന്തകൾ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് മാറി നിന്ന് നമ്മളുടെ ചിന്തകളെ നിരീക്ഷിക്കുന്നത് നമ്മളുടെ ബ്രെയിനിന് തരുന്ന ഒരു റിസൾട്ട് ചെറുതല്ല. ഈ ഒരു
കാര്യം നിങ്ങൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്തും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇനിയും അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.